എല്ലാവർക്കും ഡ്രീം ഹൗസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി വൈനാട്ടോ. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ വൈനില്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷം. അപ്പോൾ ക്രിസ്മസിന് കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്രിസ്മസ് ആകുമ്പോൾ നമുക്ക് വൈൻ ഇപ്പം തന്നെ തയ്യാറാക്കി വെക്കാം, എന്നാലേ നമുക്ക് സൂപ്പർ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ വൈൻ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ. വൈൻ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മുന്തിരിയാണ്. അപ്പോൾ നമ്മൾ മുന്തിരി വൈനാണ് നമ്മൾ തയ്യാറാക്കാൻ പോണത്. അപ്പോൾ കുറച്ച് കൂടുതൽ മുന്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് 2 കിലോ മുന്തിരിൻ്റെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ വൈൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതിന് നമുക്ക് 2 കിലോ മുന്തിരി കണക്കാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 2 കിലോ കണക്കാക്കി വാങ്ങുക. അപ്പോൾ അത് കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട് നമുക്ക് 2 കിലോ ഇതിന് മാറ്റിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു മീറ്റർ ഒടിച്ചിട്ട് അതിന് കണക്കാക്കി എടുക്കുകയാണ്. അപ്പോൾ 2 കിലോ മുന്തിരിൻ്റെ കണക്കനുസരിച്ച് നമ്മളിന്ന് വൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കിലോ മുന്തിരി നമുക്ക് കണക്കാക്കി കിട്ടണമെങ്കിൽ 2,100 നമ്മൾ എടുക്കണം. കാരണം വെച്ചാൽ അതിൻ്റെ കൊമ്പൊക്കെ പോയി കിട്ടി നമ്മൾ മുന്തിരി മാത്രമായിട്ട് മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് 2 കിലോ കണക്കായി കിട്ടണമെങ്കിൽ 2,100 മുന്തിരി നമ്മൾ വാങ്ങണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2,100 ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു മുറത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ അതിനൊരു മുറത്തിലേക്ക് ഞാൻ ചെരിഞ്ഞിക്കണം. ഇനി നമുക്ക് ഇതിന് മുന്തിരി മാത്രമായിട്ട് കൊമ്പൊക്കെ ഒന്ന് മാറ്റി മുന്തിരി മാത്രമായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കറുത്ത മുന്തിരി എടുക്കുമ്പോഴാണ് നമ്മൾ വൈനിന് നല്ല കളർ ഉണ്ടാവുക. നമ്മളിതിൽ വേറെ കളറും കാര്യങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നല്ല കറുത്ത മുന്തിരി എടുക്കേക്കാരം ഒന്നുകൂടി നമ്മൾ കളറൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടാൻ നല്ലത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തന്നെ ഇപ്പം ഫുള്ളായിട്ട് നമുക്ക് മുന്തിരി മാത്രമായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ മുന്തിരി ഫുള്ളായിട്ട് നമ്മൾ മാറ്റിയെടുത്തേക്കണം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കണം. ഇതിൻ്റെ കേടൊക്കെ ഒന്ന് പോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ 10 മിനിറ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മളിത് ഇട്ട് വെക്കണത്. അപ്പോൾ എന്ത് സാധനങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങുകയാണെങ്കിലും ഒരു കുറച്ച് നേരം ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക, കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നല്ലത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 10 മിനിറ്റ് ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചു. ഇനി ആ ചൂടുവെള്ളം കളഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ നല്ല വെള്ളത്തിൽ 2-3 പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കാം. നല്ലോണം ഞെരടാതെ ഇതുപോലെ വെല്ലൊന്ന് ഞെരടി നമുക്ക് അതിൻ്റെ കേടുകളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ശേഷം നമുക്ക് 2-3 പ്രാവശ്യം കഴുകി ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ തന്നെ ഒന്ന് മാറ്റി വെക്കുക, ഒരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഈ വെള്ളമൊക്കെ ഒന്നും ഇങ്ങോട്ട് ഊർന്ന് പോവട്ടെ. നല്ലോണം ഊർന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നും ഇങ്ങോട്ട് ഊർന്ന് പോയാൽ മതി കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഊർന്ന് പോയിക്കണേ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ ആ പാത്രത്തിലേക്ക് നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം അടിയൊക്കെ കട്ടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കിയേക്കാരം വൈന് നല്ലത്. അപ്പോഴേക്കാരം വൈനൊക്കെ നമുക്ക് സൂപ്പറായിട്ട് കിട്ടാൻ നല്ലത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 കിലോ മുന്തിരിക്ക് 1/2 പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, 1/2 കിലോ പഞ്ചസാര. കാരണം ഇത് കുറച്ച് കൂടുതൽ മധുരമുള്ള മുന്തിരി ആയതുകൊണ്ടാണ് ഞാൻ 1/2 കിലോ പഞ്ചസാര ചേർക്കുന്നത്. ഇനി കുറച്ച് പുളിയുള്ള മുന്തിരി ആണെങ്കിൽ ഒരു 3/4 കിലോ പഞ്ചസാര നിങ്ങൾ ചേർത്തോളൂ കേട്ടോ. ഇനി അതിലേക്ക് ഇത്ര വലുപ്പത്തിൽ ഒരു പട്ട ഒരു 3-4 കഷ്ണാക്കി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 6 ഏലക്കായാണ്. അപ്പോൾ 2 കിലോ മുന്തിരിക്ക് 6 ഏലക്കായാണ് ഞാൻ ചേർത്തിക്കണത്. അതുപോലെ തന്നെ 6 കറുകപ്പൂവും ഞാൻ അതിലേക്ക് ചേർത്തിക്കണം കേട്ടോ. അപ്പോൾ ഈ കൂടുതൽ മുന്തിരി ഇരിക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അളവ് കൂട്ടിയാൽ മതി. ഇനി അതുപോലെ തന്നെ നമുക്ക് തക്കോലം വേണം. അപ്പോൾ 2 ചെറിയ തക്കോലാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ തക്കോലാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ തക്കോലം ഇട്ട് കൊടുത്താൽ മതി. മരുന്നുകളൊന്നും കൂടരുത്, അളവിനനുസരിച്ച് കൂടരുത്. അപ്പോൾ നമ്മൾ വൈന് നമുക്ക് സൂപ്പറായിട്ട് കിട്ടൂല കേട്ടോ. ഇനി അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കാതരിപ്പൂവാണ്. അപ്പോൾ ഈ കാതരിപ്പൂ എന്ന് പറയുന്നത് അറിയാത്ത ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ഒരു ആയുർവേദ കടയിൽ നിന്നാണ് കിട്ടുക. അതേപോലെ നമ്മൾ മഞ്ഞളും ഇഞ്ചിയും ഒക്കെ ചുക്കൊക്കെ നമ്മൾ വേണം, ആയുർവേദ കടല്ലേ, അങ്ങനത്തെ അങ്ങാടി കടകളിൽ ഉണ്ടാവും. 30 റുപ്യക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരുപാട് കിട്ടും. അപ്പോൾ അതിൽ നിന്നൊരു പിടി കാതരിപ്പൂ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മെയിനാണ് നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പോൾ. ഇനി അതിലേക്ക് വേണ്ടത് 2 കിലോ മുന്തിരിക്ക് നമുക്ക് വേണ്ടത് 1.5 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ 1.5 ലിറ്റർ വെള്ളത്തിൻ്റെ കണക്ക് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ മുന്തിരിക്ക് എല്ലാ സാധനങ്ങളും ഇട്ടതിന് ശേഷം നമ്മൾ മുന്തിരി ഒന്ന് അമർന്ന് നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അളവനുസരിച്ച് ഒഴിക്കേക്കാരും ഒന്നും കൂടി നല്ലത് കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ആ കാതരിപ്പൂ എല്ലായിടത്തും ഒന്ന് ആവണ രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുക്കുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മരത്തിൻ്റെ കയ്യിലാണ് കേട്ടോ. അപ്പം നമുക്ക് അലുമിനിയത്തിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ കയ്യിലോ ഒക്കെ ഇട്ടുകയാണ് നമുക്ക് വൈന് ഉണ്ടാക്കുമ്പോൾ ഇളക്കണാടെ നല്ലത്. ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ കയ്യിലിട്ടുകയാണ് ഇളക്കിയേക്കാരം നല്ലത്. അപ്പോൾ ഇനി മരത്തിൻ്റെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കൊന്നും വേണ്ട, നല്ല വൃത്തിയുള്ളൊരു കമ്പെടുത്ത് നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്താലൊക്കെ മതി. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അതുപോലത്തെ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കണ കയ്യിലോ അല്ലെങ്കിൽ ഒന്നിനൊന്നും വെള്ളത്തിൻ്റെ നനവ് ഉണ്ടാവരുത്. അപ്പോൾ നമുക്കിത് കുറേ കാലം സൂക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ നനവില്ലാതെ സൂക്ഷിച്ച് നമുക്കൊന്ന് ഇളക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്, കണ്ടില്ല ഞങ്ങളിപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് വെല്ലം ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം തിളച്ച് മുന്തിരിയൊക്കെ നല്ലോണം വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിക്കണം കേട്ടോ. ഇപ്പം തന്നെ ഇതിനൊക്കെ കളറൊക്കെ ഇളകി നമ്മൾ വെള്ളത്തിൻ്റെ കളറിനൊക്കെ ഒരു നിറവ്യത്യാസം വരെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇത് പോരാ, നല്ലോണം വേവണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി നല്ലോണം തിളക്കട്ടെ.
അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് തിളച്ചിക്കണം കേട്ടോ. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വന്നിക്കണം. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് നമുക്ക് തീ കുറച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഉള്ളിലൊക്കെ നമുക്ക് മുന്തിരിയൊക്കെ വേവാതെയോ പൊട്ടാതെയൊക്കെ കിടക്കണമെങ്കിൽ ഒന്ന് ആവി കയറി നല്ലോണം ഒന്ന് വെന്ത് കിട്ടാനും വേണ്ടി നമുക്ക് മൂടി വെച്ച് ചെറിയ തീ ഒരു 3 മിനിറ്റ് നമുക്കിത് വേവിക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ മുന്തിരിയൊക്കെ നല്ലോണം വെന്തിക്കണ്. എല്ലാ മുന്തിരിയും വെന്തിട്ട് ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് തൊലിയൊക്കെ വേറെ ആയി, ഉള്ളത്തെ കാമ്പൊക്കെ വേറെ രൂപത്തിലയക്കണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് തീ ഓഫ് ചെയ്ത് വാങ്ങി വെക്കുകയാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ചൂടാറി കിട്ടണം. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചാൽ നമുക്ക് ചൂടാറി കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രാണികളൊക്കെ ചാടും ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ രാത്രിയാണ് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് പകൽ വരെ ഇതൊന്നും മാറ്റി വെക്കാം. മൂടി വെച്ച് മാറ്റി വെച്ചാൽ നല്ലോണം ചൂടാറി കിട്ടും. ഞാനതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പിറ്റേന്ന് പകലെടുത്ത് നോക്കിയപ്പോൾ ഇത് നല്ലോണം ചൂടാറി കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് തണുത്ത് നല്ല ചൂടാറി കിട്ടണം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഈസ്റ്റ് ചേർക്കണം. അപ്പോൾ ഈസ്റ്റ് ഉണ്ടാക്കാനും വേണ്ടി എടുക്കുന്ന വെള്ളം തിളപ്പിച്ച് ആറിയ വെള്ളം തന്നെ ഞങ്ങൾ എടുക്കണം. കാരണം വെച്ചാൽ നമ്മൾ പച്ചവെള്ളമോ അല്ലെങ്കിൽ തിളച്ച വെള്ളമൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ തിളപ്പിന് ചൂടാറിയ മുന്തിരിയിലേക്ക് അത് ചേർക്കുമ്പോൾ നമ്മൾ വൈന് പെർഫെക്റ്റായി കിട്ടണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് തിളപ്പിച്ച് ആറിയ വെള്ളം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു പാത്രത്തിലേക്ക് 1/2 സ്പൂണ് പഞ്ചസാര, അതേപോലെ 3/4 സ്പൂണ് നമുക്ക് ഈസ്റ്റും ചേർത്തുക്കണേ. ഇനി അതിലേക്ക് തിളപ്പിച്ച് ആറിയ വെള്ളം നമുക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കണം. നല്ലോണം ഒന്ന് നമ്മൾ ഈസ്റ്റൊക്കെ ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെക്കണത്. അപ്പോൾ ഇതുപോലെ തന്നെ മൂടി വെച്ചിട്ട് 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ഈസ്റ്റൊക്കെ നല്ലോണം ഒന്ന് പൊന്തി വന്നിട്ട് കേട്ടോ. അപ്പോൾ ഈ ഈസ്റ്റാണ് നമ്മളെ മുന്തിരി വൈനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ മുന്തിരി വൈനിലേക്ക് നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇത് ഇളക്കി കൊടുക്കണം. അപ്പോൾ മരത്തിൻ്റെ തവി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിലൊന്നും വെള്ളം ഉണ്ടാവരുത്. വെള്ളത്തിൽ നമ്മളിപ്പോൾ ഈസ്റ്റ് കലക്കിയ വെള്ളത്തിൻ്റെ ആ പാത്രത്തിലൊന്നും വെള്ളത്തിൻ്റെ നനവ് ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലതുപോലെ 5 മിനിറ്റ് നമുക്ക് കൈയെടുക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഈ ഈസ്റ്റൊക്കെ എല്ലായിടത്തും കൊണ്ട് ആകണ രൂപത്തിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണ്, നിങ്ങൾ ഭരണി ഉണ്ടെങ്കിൽ അതേക്കാൾ ഒന്നും കൂടി നല്ലത്. അപ്പോൾ എൻ്റെ അടുത്ത് ഭരണിയില്ല, ഞാൻ അതുപോലെ ഒരു പ്ലാസ്റ്റിക് കുപ്പി നല്ലോണം കഴുകി വൃത്തിയാക്കി 2 ദിവസം വെയിൽ കൊള്ളിച്ച് ഉള്ളൊക്കെ ഉണക്കിയതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഉണങ്ങിയ കയ്യിലുണ്ടെങ്കിൽ വലിയ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പകർത്തിയെടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാം ഒന്ന് തുടച്ചെടുക്കുമ്പോൾ വെള്ളത്തിന് നനവ് ഉണ്ടാകുന്ന വെച്ചിട്ടാണ് ഞാൻ ഇതുകൊണ്ട് തന്നെ ഒഴിച്ചത്. അപ്പോൾ ഞാനൊരു കുപ്പിയിലേക്ക് ഫുള്ളായിട്ട് ഇതൊന്ന് ഒഴിച്ചിക്കണേ. ഇനി നമുക്കത് മൂടിയാണ്ട് വെക്കണം. ഒരു ദിവസമല്ല 3 ദിവസമാണ് നമുക്കിത് വെക്കേണ്ടത്. 4ാമത്തെ ദിവസമാണ് നമ്മൾ വൈന് തയ്യാറാകുക. അപ്പോൾ നമ്മളിത് മൂടി വെച്ചിക്കണേ. ഇപ്പോൾ ഇത് നമ്മൾ ഇന്ന് 5 മണിക്കാണെങ്കിൽ പിറ്റേ ദിവസം അതുപോലെ തന്നെ 5 മണിക്ക് എടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് ആയി കിട്ടും. വൈനൊക്കെ തായും അതുപോലെ തന്നെ അതിൻ്റെ ചപ്പൊക്കെ മുകളിലായി കിട്ടും. ഇനി അത് ഒന്നും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി വെക്കണം കേട്ടോ. അപ്പോൾ ചപ്പും മുന്തിരി വൈനൊക്കെ ചെയ്യുന്നതിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കും. ഇനി അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ മുന്തിരി വൈനിലേക്ക് ചേരാനും വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ 2-3 പ്രാവശ്യം എടുത്തതിന് ശേഷം നമ്മളത് ഇളക്കി കൊടുക്കണത്. അപ്പോൾ ഇന്ന് നമ്മളിതുപോലെ നല്ലതുപോലെ 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു പത വരുന്ന രൂപത്തിലാകുമ്പോൾ നമ്മൾ നിർത്തി ഇതൊന്ന് മൂടി വെക്കുക. അതുപോലെ തന്നെ പിറ്റേ ദിവസവും 5 മണിയാകുമ്പോൾ നമ്മൾ എടുക്കുക. ഒന്നും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിങ്ങനെ നമ്മൾ 3 ദിവസം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം. ഇന്ന് 5 മണിക്കാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നാളെ 5 മണിക്ക് എടുത്ത് ഇതുപോലെ തന്നെ ഇളക്കി വെക്കുക. അങ്ങനെ 3 ദിവസം തുടർച്ചയായി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുത്താലേ നമ്മളെ വൈൻ നമുക്ക് സൂപ്പറായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കി വെച്ചിക്കണേ. അപ്പോൾ ഇന്നും ഇളക്കി വെച്ചപ്പോൾ തന്നെ അതുപോലെ തന്നെ നല്ലൊരു പദം, ഇന്നലത്തിനാട്ടി കുറച്ച് കൂടുതൽ പദം വന്നിക്കണല്ലേ. അതുപോലെ തന്നെ നാളെ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടുതൽ പദത്തിലുണ്ടാവും. ഇപ്പോൾ 3ാമത്തെ ദിവസമായി കേട്ടോ. 3ാമത്തെ ദിവസമായപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒന്നും കൂടി കൂടുതൽ കളറും കിട്ടിയിട്ടുണ്ട്, ഒന്നും കൂടി കൂടുതൽ ചപ്പായിട്ടുണ്ട്. മുന്തിരിൻ്റെ ചപ്പ മാത്രം അയക്കണം. ഇന്നലെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടി ചപ്പ ആവാണ്ടായി. ഇന്ന് കൂടുതലായിട്ട് ചപ്പൊക്കെ ആയിട്ട് വെറും സ്പോഞ്ച് പോലെ മുകളത്തെ ചപ്പൊക്കെ ആയിട്ട് ഉള്ളത്തെ ഇതൊക്കെ നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നും കൂടി ഇതൊന്ന് നല്ലോണം ഇളക്കിയിട്ട് നല്ലൊരു പതര് വരുന്ന വരത്തിന് 2-3 മിനിറ്റ് കൈ എടുക്കാതെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ ഇന്നും നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് മൂടി വെക്കട്ടോ.
ഇനി നമ്മൾ നാലാമത്തെ ദിവസം നമ്മൾ വൈൻ ഇവിടെ റെഡി ആയിക്കണേ. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വൃത്തിയുള്ളൊരു തുണി കേകി ഉണക്കിയ വൃത്തിയുള്ള തുണി അവിടെ എടുത്തേക്കണേ. അതുപോലെ തന്നെ നമ്മളെ കയ്യിലും വെള്ളത്തിൻ്റെ നനവൊന്നും ഉണ്ടാവരുത്. കൈ നല്ലോണം കഴുകി നല്ല തുണി വെച്ച് തുടച്ചതിന് ശേഷം മാത്രം എടുക്കുക. പിന്നെ നമുക്ക് ഇതൊന്ന് കൈ വെച്ച് പിഴിയേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കയ്യിൽ നനവ് ഉണ്ടെങ്കിൽ നമ്മൾ വൈന് കുറേ ദിവസം നമുക്ക് സൂക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതേപോലെ നമ്മളതിൽ ഒഴിച്ച് കൊടുത്തേക്കണേ. ഇനി നമുക്ക് തുണി ഇതേപോലെ കിഴി പോലെ കൂട്ടി പിടിച്ചതിന് ശേഷം നമുക്ക് പിഴിഞ്ഞാണ്ട് വൈന് മാത്രമായിട്ട് എടുക്കുക. മുന്തിരിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് കളയട്ടോ. പിന്നെ കൈ വെച്ച് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇതേപോലെ സൈഡ് ഇതൊക്കെ ഒന്ന് പിഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടേക്കാരം. പിന്നെ നമ്മൾ അരിപ്പ വെച്ച് ഇത് അരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര ഇങ്ങോട്ട് കിട്ടൂല. കാരണം വെച്ചാൽ അതിൽ ചെറിയ തരിയെങ്കിലും അരിപ്പൻ്റെ ഉള്ളിൽ കൂടെ താഴത്തേക്ക് വീകും. കാരണം ഇത് 3 ദിവസം നമ്മൾ കുപ്പിയിലിട്ടുകാണ്ട് നമ്മൾ അരിച്ചെടുത്തതല്ലേ. അതുകൊണ്ട് അപ്പോൾ ഇതേപോലത്തെ തുണി വെച്ച് അരിക്കുക തന്നെയാണ് നല്ലത്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ തുണി വെച്ച് അരിച്ച് ഫുള്ളായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തേക്കണേ. അപ്പം നമുക്ക് എത്ര വൈൻ കിട്ടിയേക്കണേ. ഇനി നമുക്കിത് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒന്ന് ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ച് വെക്കണം. ഇതും ഞാൻ അതേപോലെ തന്നെ 2 ദിവസം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയ പാത്രമാണ് കേട്ടോ. ഇതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് 1 മാസം 2 മാസമൊക്കെ കേട് വരാതെ നമുക്ക് സൂക്ഷിക്കട്ടോ. കുറേ ദിവസം നമ്മൾ കേട് വരാതെ സൂക്ഷിക്കാം. ഇതൊക്കെ നല്ലതുപോലെ ഞാൻ പറഞ്ഞ മരത്തിൻ്റെ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ദിവസം ഇത് സൂക്ഷിച്ച് വെക്കട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഒരു പാത്രത്തിലേക്ക്, ഒരു കുപ്പിയിലേക്കോ ഒരു പാത്രത്തിലേക്കോ എടുക്കുക. ബാക്കി ഇതുപോലെ തന്നെ വെള്ളത്തിന് നനവൊന്നുമില്ലാതെ മൂടി വെക്കുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇതേപോലത്തെ ഒരു കുപ്പിയിലേക്ക് എടുത്തിങ്ങനെ. ഇപ്പോൾ നമ്മൾ വൈന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ നിങ്ങൾ കാണാം, കുപ്പിയിലേക്ക് വെക്കുമ്പോൾ നല്ല കളർ നിങ്ങൾക്ക് കാണാം, ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ കാണാം നല്ല കളറാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന തൊട്ടടുത്ത ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട്, നല്ല അടിപൊളി റെസിപ്പി ഇനിയും വരുന്നത് അയക്കാം കേട്ടോ.